കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വാടാനപ്പള്ളി നടുവിൽക്കരയിലെ തെക്കൻ മേഖല പ്രദേശം മുങ്ങിയതോടെ പ്രതിഷേധവുമായി വീട്ടമ്മമാർ രംഗത്തിറങ്ങിയതോടെ പഞ്ചായത്ത് ഇടപെട്ട് കാന കോരി. വെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ ഉണ്ടാക്കാതെ പുതിയ ദേശീയപാത നിർമ്മാണം നടത്തിയതാണ് മഴയിൽ കനത്ത വെള്ളക്കെട്ടിന് കാരണമായത്. പാടവും മുട്ടുകായലും തോടുകളും നികത്തിയാണ് പുതിയ 66 ദേശീയപാത നിർമ്മിച്ചത്. മഴയിൽ ഒഴുകി വരുന്ന വെള്ളം തോടുകൾ വഴി കനോലിപ്പുഴയിലാണ് വന്നു ചേർന്നിരുന്നത്. തോടുകൾ അടച്ചതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ പ്രദേശം വെള്ളത്തിലാകാൻ കാരണമായത്. നടുവിൽക്കരയിലെയും ദേശീയപാതയോരത്തെയും 50-ലധികം വീടുകളാണ് വെള്ളത്തിലായത്. വീടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്ന അവസ്ഥയാണ്. ഈ ഭാഗത്തുള്ള പഞ്ചപടത്തിലെ എല്ലാ കൃഷിയും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നാട് ശരിക്കും നശിച്ച വെള്ളക്കെട്ടുണ്ട്. ഒന്നുമില്ല ഇവിടെ. ഈ നടുവിൽക്കര ഭാഗത്ത് ഒന്നുമില്ല, എല്ലാം വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ 2 പടിയും വെള്ളം കയറി അകത്തേക്ക്. ഇനി ഇതുപോലെ 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. പോവാന് രാത്രി വയസ്സായൊരു ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട്, അവർക്ക് വരാൻ പറ്റില്ല. ഈ അരക്കൊപ്പാണ് വെള്ളത്തിലാണ് ഇപ്പോൾ പോണത്. ഈ ജാതിൽ വെള്ളം കറുത്ത വെള്ളമാണ് കയറി കിടക്കുന്നത്. ഒരു കുട്ടികൾക്ക് വയ്യാണ്ടായാലും ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ഒരു പാമ്പ് കടി ഉണ്ടായാൽ തന്നെ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും കിടക്കണത്. ഇപ്പോൾ ഈ മഴ അങ്ങനെ തുടങ്ങിയിട്ടുള്ള തുടക്കം വെച്ചിട്ടുള്ള ഇനി 2-3 മഴയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളമായി. വെള്ളത്തിന് കറുത്ത നിറമാണ്. വെള്ളം ചവിട്ടുന്നതോടെ പലർക്കും ചൊറിച്ചിലാണ്. രോഗഭീഷണിയുമാണ്. ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. മഴ ഇനിയും കനത്താൽ നിരവധി വീടുകൾ വെള്ളത്തിലാകുമെന്ന അവസ്ഥയിലാണ്. വെള്ളം കയറി കുടുംബങ്ങൾ ദുരിതത്തിലായതോടെയാണ് വീട്ടമ്മമാരായ സിന്ധു, ശൈലജ, ഷീല, സീനത്ത്, കോമള എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വാർഡംഗം AS സുജിത്തും രംഗത്തിറങ്ങിയത്. വാർഡംഗം ഇടപെട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 JCB കൊണ്ടുവന്ന് കാന കോരുകയായിരുന്നു. വെള്ളം ഒഴുക്കിവിടാൻ 1 കിലോമീറ്ററോളം ദൂരത്തിൽ കാന കോരേണ്ട അവസ്ഥയാണ്. ദേശീയപാത നിർമ്മാണത്തിന് മുന്നോടിയായി ശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മിക്കാതിരുന്നതാണ് വെള്ളം ഒഴുകിപ്പോകാതെ കനത്ത വെള്ളക്കെട്ടിന് കാരണമെന്നും കഴിഞ്ഞ 3 വർഷമായി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിലൂടെ ഈ പണിതിട്ടുള്ള കാനയിലൂടെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തുമില്ല. ആ കാനയിൽ കെട്ടിക്കെടുക്കുള്ളൂ. ചില സ്വകാര്യ വ്യക്തികൾ വെള്ളം പോകാനുള്ള സാഹചര്യങ്ങൾ മണ്ണിട്ട് മൂടിയതുകൊണ്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. കാലങ്ങളായിട്ട് പറയണതാണ്. മിനിഞ്ഞാന്ന് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് വൈകുന്നേരം തന്നെ ഈ മെമ്പറെ സാന്നിധ്യത്തിൽ വന്നു. ഇദ്ദേഹം ഇവിടെ കാലങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം മെനക്കെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പ്രകാരം ആൾ വന്ന് നോക്കുകയും അതിനുള്ള അടിയന്തര പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴുകി പോകാനുള്ള കാര്യങ്ങൾ അത് പ്രകാരം ഇപ്പോൾ പ്രൈവറ്റായിട്ട് സെപ്പറേറ്റ് ഒരു ഹിറ്റാച്ചി വിളിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതും ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഒരു മഴ പെയ്യും, അപ്പോൾ നമ്മൾ ഹൈവേക്കര ഹിറ്റാച്ചി കൊണ്ടുവരും, മണ്ണ് കയറ്റിടും. ഒരു 2 ദിവസത്തെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് വീണ്ടും ഇറങ്ങിയിട്ട് ആ തോട്ടിലേക്ക് ഇറങ്ങി പോകുകയും വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളത്. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയാനായിട്ട് ഇവിടെ ഈ മുട്ടുകായൽ മൂടിയ അത്രത്തോളം തന്നെ വലിയ കാന നിർമ്മിക്കാതെ വേറൊരു മാർഗവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, പഞ്ചായത്ത് അംഗം PK സുദർശൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു.